ഹായ് നമസ്കാരം. കഴിഞ്ഞ കേഡറ്റ് പരീക്ഷ എഴുതി റിസൾട്ട് വരാത്തത് കൊണ്ട് LPUP അപേക്ഷ അയക്കാൻ പറ്റാത്ത എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. റിസൾട്ട് വരാത്തത് കൊണ്ട് മാത്രം ഒരുപാട് പേരുടെ അവസരമാണ് നഷ്ടമായിരിക്കുന്നത്. അതിൽ ഏജ് ബാറായവർ ഒരുപാട് പേരുണ്ട് ഈ കൂട്ടത്തിൽ. ഇതെല്ലാം ഉപരി കേഡറ്റിൻ്റെ ബ്ലൂ പ്രിന്റ് നോക്കി ഏകദേശം ക്വാളിഫൈഡ് ആകുമെന്ന് തോന്നിയ കുറച്ചു പേര് LPUP അപേക്ഷ അയച്ചിരുന്നെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരു കാരണവശാലും കൺഫർമേഷൻ കൊടുത്തു പോകരുത്. ഒരുപക്ഷെ നമുക്ക് LPUP എക്സാം എഴുതാൻ സാധിക്കുമായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് 6 മാസം പഠിച്ച് നല്ലൊരു റാങ്ക് ലിസ്റ്റിലെത്തി വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് ഉറപ്പായും PSC പിടിക്കും. അന്ന് നമ്മൾ ഡീബാർ ചെയ്യപ്പെടും, ബാൻ ചെയ്യപ്പെടും, ചിലപ്പോൾ റിജക്റ്റ് ചെയ്യപ്പെടുന്നതെല്ലാം. PSC വ്യക്തമായി പറയുന്നുണ്ട് LPUP അപേക്ഷിക്കുന്ന അവസാന ദിവസമെങ്കിലും അവർ പറയുന്ന എല്ലാ ക്വാളിഫിക്കേഷനും നമ്മൾ പാസ്സായിരിക്കണമെന്ന്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട PSC ഓഫീസിൽ നിന്ന് കിട്ടിയ മറുപടി കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് തീരുമാനിക്കുക നിങ്ങൾ പരീക്ഷ എഴുതണോ വേണ്ടയോ എന്ന്. ഹലോ, PSC ഓഫീസ് അല്ലേ? ഞാനൊരു ഡൗട്ട് ചോദിക്കാനായിരുന്നു വിളിച്ചതേ. അതായത് ഇപ്പം LPUP വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിൽ കുറേ ആൾക്കാർ നമ്മൾ പത്രത്തിൽ കണ്ടു, കുറേ പേര് കേട്ടിട്ടില്ലാതെ തന്നെ, അതായത് റിസൾട്ട് വരാതെ തന്നെ അവർ അപ്ലൈ ചെയ്തതായിട്ട് കണ്ടു. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും? അതിൻ്റെ എന്തെങ്കിലും റൂൾസ് ഇതുണ്ടോ? അവര് അപേക്ഷ അയക്കുന്നത് ഇവരുണ്ടെന്ന് പറഞ്ഞാണ് അപേക്ഷ അയക്കുന്നത്. നമ്മളിതൊക്കെ കണ്ടുപിടിക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഇത് കണ്ടുപിടിക്കും കേട്ടോ. ആ സമയത്ത് പാസ്സാകാതെ അപേക്ഷ അയച്ചവരൊക്കെ ഒഴിവാക്കും. അപ്പൊ എക്സാം എഴുതാൻ അവർക്ക് കഴിയും? എക്സാം ഒക്കെ പ്രൊവിഷനിലാണ്. കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ലേ എക്സാമിന് ഇരുത്തുന്നത് കേട്ടോ. എക്സാം എല്ലാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ സമയത്താണ് നമ്മൾ ഇതൊക്കെ നോക്കുന്നത്. ആ സമയത്ത് നോക്കുമ്പോ നമ്മള് പാസ്സായ വർഷവും ആ ഡേറ്റിൽ നമ്മൾ നോക്കൂലോ. ഡേറ്റ് നോക്കുമ്പോ അതല്ലാന്നുള്ളവരെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും കേട്ടോ. അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ തരുന്ന ഇൻഫോർമേഷൻസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി കാണാം.